ക്യാരറ്റ് റൈസ് ഉണ്ടാക്കാനായിട്ട് മെയിനായിട്ട് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത്, ഒരു 3 ചെറിയ ഉള്ളി, ഇനി ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ ഒരു അര സവോള ഉപയോഗിക്കാം, പിന്നെ 2 പച്ചമുളക്, ഒരു തണ്ട് കരിവേപ്പില, പിന്നെ ഞാൻ 1 കപ്പ് ബസ്മതി അരിയാണ് എടുത്തിരിക്കുന്നത്. അത് ഞാൻ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് നന്നായിട്ട് കഴുകി ഒരു അരിപ്പയിൽ വെള്ളം വാലാൻ വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന റൈസ് ഡിഷാണ്. അരമണിക്കൂറിനുള്ളിൽ എല്ലാം റെഡിയാവും. അപ്പോൾ അതിനായിട്ട് കുക്കറിലാണ് ഇത് കംപ്ലീറ്റ് ഞാൻ കുക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ കുക്കർ ചൂടായി കഴിഞ്ഞ ഉടനെ 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒന്ന് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുക് പൊട്ടി വരുമ്പോൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും പച്ചമുളകും കൂടെ ആഡ് ചെയ്യുക. ഇതിലേക്ക് കറിവേപ്പില ആഡ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കഴിയുന്നതും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാതിരിക്കുക. ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നെയ്യ് ആണ് ഏറ്റവും നല്ലത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ മസ്റ്റേർഡ് ഓയിൽ, നല്ല ഫിൽറ്റേർഡ് മസ്റ്റേർഡ് ഓയിലോ ഗ്രൗണ്ട്നട്ട് ഓയിലോ ഇല്ലെങ്കിൽ നമ്മുടെ നാടൻ വെളിച്ചെണ്ണ ആണെങ്കിലും ഈ റൈസ് ഡിഷിന് നന്നായിട്ട് ചേരും. ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി കഴിയുമ്പോൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ചേർത്ത് കൊടുക്കുക. വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. 1 ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യുക. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാവുന്നേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. എന്തെങ്കിലും കറിയിലൂടെയൊക്കെ നല്ലൊരു റൈസ് ഡിഷാണ്. ഇപ്പോൾ പുലാവ്, ബിരിയാണിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയമെടുക്കും. ഇതാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അരി വേണ്ട താമസമേ ഉള്ളൂ. പിന്നെ കുക്കറിലായതുകൊണ്ട് ഒന്നും കൂടെ എളുപ്പമാണ്. ഞാൻ ഈ കപ്പിലാണ് അരി അളന്നെടുത്തത്. അതുകൊണ്ട് ഈ കപ്പിൽ തന്നെ ഞാൻ വെള്ളവും കൂടെ അളന്നൊഴിക്കുകയാണ്. അപ്പം ഞാൻ 1 കപ്പ് വെള്ളം ഒഴിച്ചു. രണ്ടാമത്തെ കപ്പിൻ്റെ ഒരു ഇത്രയും, മുക്കാലല്ല കുറച്ചും കൂടെ കൂടുതൽ, ഇത്രയും വെള്ളമേ ഞാൻ എടുക്കുന്നുള്ളൂ. ഇനി ഈ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. അപ്പോൾ തീ കൂട്ടി വെച്ച് തിളപ്പിക്കുക. ഇപ്പോൾ ഈ വെള്ളം തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിക്കുക. ഇനി അരിപ്പയിൽ വാർന്ന് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇത് അരിപ്പയിൽ 5 മിനിറ്റ് എങ്കിലും വെള്ളം വാലാൻ വെക്കണം. എന്നിട്ട് വേണം ഇതിലേക്ക് ആഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ വെന്ത് കുഴഞ്ഞു പോകും. ഇനി ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഉപ്പൊക്കെ പാകമാണോന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാൻ വേണമെങ്കിൽ. ഇനി ഇത് കുക്കറിൻ്റെ അടപ്പ് വെച്ച് അടച്ചു വെക്കുക. ഇപ്പോൾ ഈ കുക്കറിൻ്റെ ഹോബി കൂടെ സ്റ്റീം വരാൻ തുടങ്ങിയിട്ടുണ്ട്. സ്റ്റീം വരാൻ തുടങ്ങി കഴിയുമ്പം തീ കുറച്ച് വെക്കണം. തീ കുറച്ച് കറക്റ്റ് 7 മിനിറ്റ് തീ കുറച്ച് വെക്കണം. കുക്കറിൻ്റെ വെയിറ്റ് ഈ ഹോബിൽ വെക്കരുത്. വെയിറ്റ് വെക്കാതെ 7 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ വെക്കണം. അതാണ് ആ അരി പാകത്തിന് കുഴയാതെയൊക്കെ വേകുന്നതിനുള്ള ട്രിക്ക്. ഇപ്പോൾ കറക്റ്റ് 7 മിനിറ്റായി. ഇനി ഞാൻ തീ ഓഫ് ചെയ്യാണ്. എന്നിട്ട് ഇനി ഒരു 5 to 10 മിനിറ്റ്സ് കഴിഞ്ഞ് നമുക്ക് തുറന്നു നോക്കാം. ഇപ്പോൾ കറക്റ്റ് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ഒന്ന് തുറന്നു നോക്കാം. ചോറ് നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഇളക്കി കാണിക്കാം. കണ്ടോ, നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ഒട്ടും കുഴഞ്ഞു പോയിട്ടേ ഇല്ല. നല്ല ഫ്ലഫി ആയിട്ടാണ് റൈസ് ഇരിക്കുന്നത്. ജസ്റ്റ് അരമണിക്കൂർ എടുത്തുള്ളൂ ഇത് ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കുക.